ഞാനൊന്ന് ഇക്ബാലിലേക്ക് കൂടി പോയിട്ട് വരാം. ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ് ഇക്ബാൽ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലീസ് വലവിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്നലെ മുതൽ ആ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നാളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കവേ ഇന്നു തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് ആണ് ADGP കൊടുത്തിരിക്കുന്ന കർശന നിർദ്ദേശം. പലയിടങ്ങളിലും പരിശോധന തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ബംഗളൂരുവിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പാലക്കാട് പലയിടങ്ങളിലുമുണ്ട്. എങ്ങനെയാണ് ഇന്നിപ്പോൾ അന്വേഷണം നടക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടോ? ഇന്ന് എങ്ങനെയായിരിക്കും പോലീസിന്റെ ഒരു നീക്കം ഇക്ബാൽ? നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്താണ്? ഈ കാറ് കുറച്ചു ദിവസമായിട്ട് ഈ രാഹുലിന്റെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നോ ഈ ചുവന്ന പോളോ കാർ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. പാലക്കാട്ടെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പക്കലായിരുന്നു ഈ ചുവന്ന പോളോ കാറ് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും SIT സംഘത്തിന് ഒടുവിൽ ലഭിച്ചുള്ള വിവരം. ഈ കാറ് പിന്നീട് ബുധനാഴ്ചയോട് കൂടിയാണ് MLA ഓഫീസ് പരിസരത്തേക്ക്, അല്ലെങ്കിൽ ഈ ഫ്ളാറ്റിന്റെ പരിസരത്തേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നീട് MLA ഓഫീസിലെ ചില ജീവനക്കാർ ഈ കാറ് ഉപയോഗിക്കുന്നുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗിക വാഹനത്തിൽ ഫ്ളാറ്റിലേക്ക് എത്തി. പിന്നീട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ഈ ഔദ്യോഗിക വാഹനം ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി പിന്നീട് ഈ പോളോ കാറിലാണ് ഈ ഫ്ളാറ്റ് പരിസരത്ത് നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് SIT സംഘം ഇപ്പോൾ ഏതായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നീട് പാലക്കാട് നിന്ന് മറ്റൊരു സുഹൃത്തിന്റെ കാറിൽ കയറി രാഹുൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ SIT സംഘം നീങ്ങുന്നത്. രാഹുലിന്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ചില കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് അവരിൽ നിന്നുള്ള മൊഴിയെടുപ്പിൽ നിന്നാണ് ഇത്തരത്തിലൊരു വിവരങ്ങൾ SIT സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ പാലക്കാട് നെന്മാറയിലെയും തേങ്കുറിശ്ശിയിലെയും അതുപോലെ തന്നെ കുഴൽമന്നത്തെയും ചില കോൺഗ്രസ് നേതാക്കളെ രാഹുലിന്റെ സുഹൃത്തുക്കളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും പരിശോധനയും നടന്നു. ഇതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഈ SIT സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും തമിഴ്നാട്ടിലേക്കായിരിക്കാം ഈ സുഹൃത്തിന്റെ കാറിൽ രാഹുൽ കടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും SIT സംഘം കരുതുന്നത്. പാലക്കാട്ടേക്ക് എത്തിയ SIT സംഘത്തിലെ ഒരു വിഭാഗം ഇപ്പോൾ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള തിരച്ചിലും പരിശോധനയുമാണ് നടത്തുന്നത്. അരുൺകുമാർ, ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഹരിമോ.